ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടല്ലോ. ഇന്ന് നേരത്തെ പോകുന്നു. പിന്നെ നിങ്ങൾക്കൊരു സമ്മാനം ഉണ്ട്. ഇന്നലെ രണ്ടുപേരും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതിയില്ല. എത്ര മാർക്ക് കിട്ടും? 10ൽ 8 കിട്ടും. നിനക്ക് എത്ര മാർക്ക് കിട്ടും? എന്നാ നിങ്ങക്ക് ഫുള്ളുണ്ട് 10ല്. എന്നാ പേപ്പർ തരട്ടെ? സജിനി മധുവിന്റെ പേപ്പർ, ജിൻസിയുടെ പേപ്പർ. അപ്പൊ ഫസ്റ്റ് സജിനി മധു എടുക്കും. ഇനി ഇതിന്റെ അകത്ത് മാർക്ക് എത്ര ഉണ്ടെന്ന് അവളോട് പറയും. 10ൽ 2. ബാക്കിയൊക്കെ അവിടെ പോയി. ഇതിലുണ്ടല്ലോ. ഇതൊക്കെ ശരിയാണോ? അവിടെ ഇരിക്കട്ടാ, അവിടെ ഇരിക്കട്ടെ. പറയാം. ഇനി എത്ര മാർക്ക് ഉണ്ട്? പിന്നെ താനന്ന് ആബ്സെന്റ് ആയതുകൊണ്ടാ ഇത്ര പഠിക്കാത്ത വന്നത്. എന്നാലും കുറച്ചൊക്കെ ബോധം ഉണ്ടെങ്കിൽ എഴുതാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. നമ്മുടെ എനിക്ക് പറയാം. എന്നാ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ ഇവിടെ എഴുതണം കേട്ടോ. ഡേറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കൂട് കൂട്ടി മുട്ടയിടുന്ന പാമ്പ് ഏതാ? ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയതല്ലേ. കൂട് കൂട്ടി മുട്ടയിടുന്ന പാമ്പ. ഞാൻ എഴുതാട്ട അടിക്ക് വന്നിട്ട്. ഇല്ല എഴുത ഏറ്റവും കൂടുതൽ വാരി എല്ലുകളുള്ള ജീവി. ഏറ്റവും കൂടുതലാ അവിടേക്ക് ചോദിക്കണം എന്തുട്ടാ? നിന്നോടാണ് എഴുതാൻ പറഞ്ഞത്. എഴുത്. അല്ല, പാമ്പിന്റെ വിഷത്തിന്റെ നിറം എന്താണ് എഴുതിയിരുന്ന പരീക്ഷ പേപ്പറില്? നീല. മഴവില്ലാണോ? മഴവില്ലേ? പാമ്പിന്റെ വിഷത്തിന്റെ നിറമല്ലേ ചോദിച്ചത്? നീലല്ലേ? ആണോ? കറുപ്പാണോ? കറുപ്പാ. ഇപ്പൊ 3 ദിവസമായിട്ട് പഠിപ്പിച്ചോളാൻ വേണ്ടിട്ട് എഴുത്. ഇന്ന് എഴുതിയിട്ട് ഇരുന്നാ മതി. ചുവപ്പാണോ? ബാക്കി കളർ കൂടെ പറ. 12 കളർ പറ. അറിയില്ല ടീച്ചറെ, ഞാൻ മറന്നുപോയി. കഴിഞ്ഞിട്ട് ഇനി പഠിച്ചോണ്ട് വരുമോ? എന്താ ആൻസർ? മഞ്ഞ. ഇനി മറക്കോ? മഞ്ഞ മറക്കോ? ഇല്ല മറക്കില്ല. മഞ്ഞ. പ്രസവിക്കുന്ന പാമ്പ്. പ്രസവിക്കുന്ന പാമ്പ് ഞാൻ പറയാം. വേഗം ആയിക്കോട്ടെ. എന്ത് ഇവിടെ നോക്കി പഠിച്ച് പ്രസവിക്കുന്ന പാമ്പ് മൂന്നെണ്ണം. ഫ്ലൂ ഒന്നുമില്ല. എഴുതാണ്. പ്രസവിക്കുന്ന പാമ്പ് അണലി. ഇത്ര നേരം അറിയാതല്ല. ഉത്തരം പറഞ്ഞിട്ട് തന്നെ അടിക്കില്ലേ? ഇവള് പറഞ്ഞതാണോ? അല്ലല്ല, ഞാൻ ഓർത്ത് പറഞ്ഞതാ. അണലി. അപ്പൊ ശരിയാട്ടാ. ശരിയിടാൻ പറഞ്ഞ മായ്ക്ക് കൃഷിക്കാരന്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന പാമ്പ്. പരീക്ഷ ചേര. ആണോ? ശരിയാണോ? ശരിയാണ്. പറഞ്ഞത് ഇപ്പൊ ഇതില് 2 മാർക്ക് ബാക്കി ഞാൻ തരാം. അയ്യോ തല്ലല്ലേ ഞാൻ പഠിച്ചോളാം. തല്ലരുത്. കളിക്കണം.
പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് പയ്യെ അടിക്കുള്ളൂ. പയ്യെ പഠിക്കുള്ളൂ. കയ്യില് വേണം. ചോദിക്കട്ടെ, പ്രസവിക്കുന്ന പാമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രസവിക്കുന്ന പാമ്പ് ചോദിച്ചാ പഠിക്കുന്ന ക്ലാസ്സിലേക്ക് വരുന്നേ. ചീറ്റുന്ന